साहब साहब, अरे लोगों बाहर आ जाओ। इस देश और घर को रक्षा करने के लिए राम सिंह गुरखा आया है। जबलपुर, जयपुर, जामशेदपुर, कोलालमपुर, करीपुर, राज कपूर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ। सब लूटा की होश में। ये तो क्या किया। नमस्कार साहब। नमस्कार। इधर काम के लिए जगह काली है, ये जानकर मैं नेपाल से आया हूँ। ജോലിക്ക് വേണ്ടി വന്നാണെന്ന് ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. मैं नेपाल वाला राम सिंह हूँ। ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ഛായ. തനിക്ക് മലയാളം പറയുന്നു. थोड़ा थोड़ा मालूम. एक मलयाली नायर के एक नेपाली लड़की ഉണ്ടായതാണ് ഞാൻ. मगर अभ्यास में अव्वल नस्ल का हूँ. खिलाड़ियों का खिलाड़ियों हूँ मैं. देख लो सब. 1 2 3 4 5 6 7 8 9 10. अरे फोन ഇതൊക്കെ ചെയ്യാനുള്ള ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല. मैं राम सिंह गुरखा हूँ. മേനൻ സാർ, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. चोरों को एक ही नजर में मुझे जानता हूँ. എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. ചോദിച്ചോ. चोर എന്താ താൻ കള്ളനാണെന്ന ഇയാള് വീണ്ടും പറയുന്നത്? ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപയുടെ കണക്ക് എഴുതാൻ മറന്നു കഴിച്ചാൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണ് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. शुक्रिया साहब. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്നാ. രമേശ് നമ്പ്യാരുടെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ആ ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവനിന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. हाय अंकल, हाउ आर यू? हाँ मिस्टर रमेश नമ്പ്യാർ. क्या साहब? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? कुछ नहीं साहब. തന്നോടല്ലോ ഒന്ന് പോയേ. ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ मैं राम सिंह हूँ, राम सिंह. ಸರ್ 15 ಕಿಲೋಮೀಟರ್ ಆಯ್ತು. ಏನಾದ್ರು ನೀನು ಅಷ್ಟಕ್ಕಾಯ್ತಾ? ನಿಂದು ಲೈಸೆನ್ಸ್ ಎಲ್ಲಿ? ಆರ್ಸಿ ಬುಕ್ ಎಲ್ಲಿ? ಸರ್ ಏನ್ ಮಾಡ್ಬೇಡ. ಆ ಗಾಡಿ ಪೊಲೀಸ್ ಸೀದಾ ಬಿಟ್ಬಿಟ್ಟು. ನನ್ನ ಸರ್ ಒಟ್ಟಪಾಡಿಗೆ ದಯವಿಟ್ಟು ಏನ್ ಮಾಡಬೇಡ ಸರ್. ನಿನ್ ಪಾಕೆಟಲ್ಲಿ ಎಷ್ಟಿದು? ಏನ್ లేదు. ಸದಿಗೋ ಏನ್ ಮಾಡ್ತಾ ನೀವು ಇಲ್ಲಿ ಮಾತಾಡ್ತಾ ಯಾರೇನು ಇಲ್ಲ ಅಂತ ತಿಳ್ಕೊಂತೀಯಾ? ഓ മാരക കേസ് കിട്ടാണല്ലോ. എന്താ മാരകോ? ഹലോ 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 അല്ല പൈലോ, HC പൈലോ. ഞാൻ എവിടുന്നാ? ഞാൻ കുറെ ദൂരം. അവിടെ പോലീസില്ലേ, ലോ ആൻഡ് ഓർഡറില്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇല്ലേ, ട്രാഫിക് റൂൾസ് ഇല്ലേ, അബ്കാരി ആക്ട് ഇല്ലേ? എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തിലെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ? പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. അറിഞ്ഞില്ലേ, മുത്തച്ഛൻ ഇടപെട്ട് അമ്മമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കി. നല്ല ചുമ. എന്തോ ഗോപന്റെ ബാഗിൽ വല്ല മരുന്നുണ്ടോ നോക്ക്. ചെരുപ്പ്, പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗോപേട്ടാ, ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? ഇന്ദുവിന് വേണ്ടി വാങ്ങിയതായിരിക്കും. ഇന്ദു ഇമാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ. ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു. ഞാൻ ഇങ്ങനത്തെ ഇടില്ല. പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? മനസ്സിലായി. എന്താ ഏട്ടാ? എടാ ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ? യമുന റാണി.
ഭഗവതി ഒരാൾ വാ മക്കളെ. 750 രൂപ. അയ്യോ. അർത്ഥ കായ്ക്ക് ഉപ്പ് തയ്ക്കാത്തോനാ. ഡാ എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട്? ഇത് യമുന റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ വക ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇന്ദുവിനോട്ട് വാങ്ങിയതാ. ആണ് ആണ്. എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. ഇത് പറയുന്ന കേൾക്ക്. ഞാൻ അങ്ങനൊന്നും അല്ല. നമുക്ക് അകത്തോട്ട് പോയിട്ട് സംസാരിക്കാം. ശരി ശരി ശരി, ഞാൻ വരാം. അകത്തോട്ട് പോവാൻ. എന്റെ ഇന്ദു, അകത്തോട്ട് എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളെ വിശ്വസിച്ച് ഞാനാ മടി. എന്റെ ജീവിതം നശിപ്പിച്ചു നിങ്ങള്. നിങ്ങൾ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇല്ല, നിങ്ങള് വിശ്വസിക്കുന്ന ഈ ഗോപൻ എന്ത് പണിയാ കാണിച്ചത്? മോശമായി പോയി. എന്താ കൗസു ഇത്? എനിക്കറിയാം എന്നോട് ദേഷ്യത്തിലാണെന്ന്. ദൈവം പോലും പൊറുക്കാത്ത തെറ്റല്ലേ ഞാൻ നന്ദേട്ടനോട് ചെയ്തത്. തെറ്റ് ചെയ്ത് ഞാനല്ലേ? നീ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല. ഒരല്പം കുടിച്ചുപോയി. ദേ, നീ എന്നോട് ക്ഷമിക്കണം. നന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എന്നോട് ക്ഷമിക്കണം. എന്നോട് എന്നാ ക്ഷമിക്കണം. നമുക്ക് രണ്ടുപേർക്കും ക്ഷമിക്കല്ലേ? കൊച്ചു കള്ളി. എന്റെ പൊന്നെന്തു, എന്നെ വിശ്വസിക്ക്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളാണ് സത്യം. ഞാൻ ഇവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? ഹിന്ദുവാണ് സത്യം. ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല, ഏതോ ഒരു തെണ്ടി എന്നെ ചതിച്ചതാ. സത്യം എന്തോ സത്യം. എന്തോ ഇങ്ങനെ ജീവിക്കാൻ എന്ത് സുഖ കൗസു. ഈ ജീവിതം മുഴുവൻ നമുക്ക് എങ്ങനെ ചിരിച്ചു കഴിയാൻ നന്ദേട്ടാ. അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ? സ്വന്തം അനിയനിട്ട് തന്നെ പാര പണിയണം. സാരമില്ല, ശരിയാക്കി തരാം. ആരും കണ്ടില്ല, നമുക്ക് പോവാം. എന്താ ചെറിയച്ച? അമ്മേ, അച്ഛന്റെ ഷട്ടിൽ എന്തോ അടയാളം. ഷർട്ടിൽ എന്താ കൗസോടത്തി നോക്കട്ടെ. കൗസോടത്തി എന്നൂല ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയേ. പോകോവാ, ഞാൻ ലിസ്റ്റിക്ക് ഒന്നും ഇടാറില്ല. പിന്നെന്താ ഇത്? പിടികിട്ടി. നന്ദേട്ടാ, എന്താ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താണ് ആ ചെരുപ്പ് യമുന റാണിക്ക് കൊണ്ട് കൊടുത്തോ? യമുന റാണി, ഇപ്പം മനസ്സിലായി. ഈ നാട്ടിൽ യമുന റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ഇതേത് യമുന റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ? നോക്കിയേ. നോക്കട്ടെ, ശരിയാണല്ലോ. അന്ന് യമുന റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് ആണല്ലോ ഇട്ടിരുന്നത്, അല്ലേ ആനന്ദം? അതെ. ചേട്ടാ, ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷർട്ടിൽ വന്നു? എങ്ങനെ വരാം? യമുന റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഇന്നലെ നന്ദേട്ട ഇവിടെ പോയി അല്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ലടാ. ഹിന്ദി ട്യൂഷന് പോയില്ല? എന്ത് ട്യൂഷനോ? അപ്പൊ യമുന റാണിക്കേട്ടൻ ട്യൂഷൻ എടുക്കുന്ന കാര്യം ചേട്ടത്തിക്ക് അറിയാം. അത് ശരി. അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ. കൗസു ഇടത്ത് ഇത്ര പാവമായി പോയല്ലോ. ഒരു കൂടെ നിറച്ച് ആപ്പിളുമായിട്ടാ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അധ്യായം കുറെ കഴിഞ്ഞിരിക്കുന്നു. എന്നാ ഇത് ഗുരുദക്ഷിണ തന്നെ? ഇല്ല, നോണ. ട്യൂഷൻ പോയില്ല. ഇത് യമുന റാണിയുടെ ചുണ്ടല്ല, വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ്. യമുന റാണിയുടെ ചുണ്ടിന് ഇത്ര വലിപ്പില്ലടി. കേട്ടല്ലോ, അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എനിക്ക് സ്കൂളിൽ പോണം. ഹെഡ് മാസ്റ്റർ എന്നെ ചീത്ത പറയുന്നത്. എവിടേക്ക് പോകണ്ടെന്ന്? ട്യൂഷൻ വഞ്ചക. അയ്യോ. ഇനി നിങ്ങൾ ആർക്കെങ്കിലും വല്ലാതങ്ങ് ചിരിക്കണ്ട. ഈ ചിരിയും ഞാൻ കറുപ്പിക്കുന്നുണ്ട്. കൊതുകേടി കൊള്ളാനൊരു കൂട്ടായി. അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴി ചാടിച്ചത്. ഒരു കുഴി ഞാനും വെട്ടി, പകരത്തിന് പകരം. ഓക്കേ ഓക്കേ. എന്താ കൃഷ്ണേട്ടാ? എന്ത്? ആദ്യമായിട്ട് കാണും പോലെ. ഗോപാ, എന്താ ചേട്ടാ? നമ്മള് രണ്ടാളും തണുപ്പും കൊണ്ട് പുറത്ത്. അവൻ അവളൊത്ത് സൂയിക്കണു. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഒരു പൂട്ട അവനിട്ട് പൂട്ടണ്ടറാ. പൂട്ടണം. ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം. കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതിന്റെ നഷ്ടം ഞാൻ അറിയുന്നത് ഇപ്പോഴാ. ഹലോ ജോണി വാക്കർ, ഗുഡ് ഈവനിങ്. ആ വന്നാട്ടെ സാറേ. പോയില്ലേ അല്ലേ? പോയെങ്കിൽ ഇവിടെ കാണുമായിരുന്നു. ഏതാ വാക്കറ ഈ പിള്ളേര് സെറ്റ്? എന്താ വിളിച്ച വാക്കർ?
ജോണി വാക്കർ. ആ നല്ല പേര്. ചളവാക്കിയല്ലോ എന്റെ സാറേ. ഇനി ഇവന്മാരെ എന്നെ അതേ വിളിക്കൂ. നല്ല വീശാണല്ലോ. ഒരു വീറ് വിടുന്നോ? ഏയ് ബിയറൊക്കെ നിങ്ങൾ പിള്ളേർ കുറച്ച് വയറും വീർപ്പിച്ച് മുള്ളിക്കളയാ. എനിക്ക് ഹോട്ട്സ് ആണ് ഇഷ്ടം. അങ്ങനെ കൊച്ചാക്കാതെ സാറേ, നമ്മളും ഹോട്ട്സിന്റെ ആളാ. എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില്? ഒന്നാഞ്ഞിരുന്ന ഒരു ഫുള്ള്. അയ്യോ ഇളനങ്ങനെ കൊച്ചാക്കണ്ട. വാങ്ങിച്ചാ കാണിച്ചു തരാം. ശരി, ഞാനിപ്പോ നല്ല ബീറിന്റെ പുറത്ത് നിൽക്കുക. ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിൾ അത്തെ അടിക്കുന്ന എന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും. എന്നാ പറയുന്നത്? ചുമ്മാ ഡാവടിക്കാതെ വാക്കറേ. വേണ്ട, പന്തയം വെച്ചോ. നിങ്ങൾ ജയിച്ച 50 ഫുൾ ജോണി വാക്കർ. വേണ്ട, എനിക്ക് എന്റെ കാശ് ഞാൻ മതി. ശരി, അപ്പൊ ഞാൻ ജയിച്ചാലോ? ജയിച്ച പിന്നെ ഒരു ഫുൾ ജോണി വാക്കർ. ഓക്കെ ഓക്കെ. ആ വെക്ക്. മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നെടുത്ത് വീട്ടിലെത്തിച്ചേക്കണേ. പറയുന്നത് കേക്ക്. Keep the balance as my game. അഞ്ചിലാക്ക് വേഗം പിടി നട. തെക്കുംപുറത്തുകാരുടെ ഹീറോയിനാണെന്ന് തോന്നുന്നു. പൊടിച്ചരക്ക. ഹലോ, കഥാകഥനമാണല്ലേ? ഞാൻ നാട്യതിലകം കനകപ്രഭ ആൻഡ് പാർട്ടി. ഞാനിന്ന് சின்னவளே, முகம் சிவந்தவளே, நான் ஏற்றுக்கொள்வேன் கரம் தொட்டு என் கண்ணே. என்னருமை காதலியே. ठहरो ठहरो ठहरो. आपका नाम क्या है? രമേശ് നമ്പ്യാർ, എന്റെ അതേ പേര്. ക്വാളിഫിക്കേഷൻ MBA. എന്റെ അതേ ക്വാളിഫിക്കേഷൻ. ഇയാളാണോ ജനറൽ മാനേജർ? അയ്യോ, ആട്ടോയുടെ കാശ് പിന്നെ തരാവടോ. കൈ കാശില്ല, ശമ്പളം കിട്ടട്ടെ. അതല്ലടോ, തനിക്കൊരു കോളുണ്ട്. ക്യാക്കോൾ. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. തട്ടിപ്പ് വീരനോ? ഞാനോ? അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ. പൊയ്ക്കോ, തന്റെ കോള് വേണ്ട. ഇനി കോളുമായിട്ട് വന്നാലോട്ടല്ലോ ഞാൻ ഗോളടിക്കും, പറഞ്ഞേക്കാം. എന്നെ ഫുള്ളാക്കരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിയരുത്. ഇന്ത്യ അറിയായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ 4 ഗോസായിമാര് വന്ന് താമസിക്കുന്നുണ്ട്. കുഴൽപ്പണക്കാരാണെന്ന് എന്റെ അറിവ്. അവർ ആലിബാബ എന്ന് പേരുള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. 10 ലക്ഷം? ആ, 10 ലക്ഷം. അവർ ആലിബാബയെ കണ്ടിട്ടേ ഇല്ല. ഒരു ഫോട്ടോ പോലും കയ്യിലില്ല. ഇപ്പൊ ആളെ തിരക്കി ഈ പ്രദേശത്ത് കറങ്ങിയടക്കുക. താൻ മനസ്സ് വെച്ചാൽ 10 ലക്ഷം ഒറ്റയടിക്ക് തട്ടിയെടുക്കാം. എങ്ങനെ? താൻ ആലിബാബയായി ചെന്ന് പണം വാങ്ങണം. പകുതി എനിക്കും തരണം. 50-50. ഓക്കെ, 50-50.
बोलूंगा उठो इधर आइए और तो अली बाबा तो अली बाबा बॉम्बे वाला अली बाबा हाँ मैं अली बाबा हूँ तुम लोग ढूंढता हुआ वही अली बाबा साले बदमाश नहीं तो मारो साले मारो भाई को मारो मारो साले को കിട്ടിയോ എന്ത് ബാധ്യത അങ്ങോട്ട് പോയാ മെന്റൽ ഇങ്ങോട്ട് പോയാ ഡെന്റൽ എന്താണ് ഒരു മാർഗം ഇതുവഴി പോകാം इधर क्या चोर आओ സാബ് അയ്യോ എന്ത് പറ്റി സാർ ഈ വീടിന് പുറവശത്തുള്ള കിണർ കണ്ടിട്ടുണ്ടോ ഇന്നലെ രാത്രി ഞാനത് കണ്ടില്ല അയ്യോ അങ്ങ് പോയി ഞാൻ കുച്ചിനഹി ദേഖാ അയ്യോ കഷ്ടമായി പോയി എന്റെ ജീവിതം കാഷ്ടമായി പോയി സാറിനെ മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു പറയാൻ വന്ന അയ്യോ സോറി നൊന്തോ ഒന്നുമില്ല ആ MBA കാരന്റെ പോക്ക് കണ്ടോ ഈ MBA കാരന്റെ നിപ്പ് കണ്ടോ അത് 11 വ്യാഴൻ ഇത് കണ്ടക ശനി കൊണ്ടേ പോവും ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ഇതിലേ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ അതേ പുഴയും ആ കാറ്റും ഒരു പാലം പോലും ഇല്ല ഇന്നും. ഒരു കലാകാരനെ മാടി മാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരേണ്ടത്. തങ്കപ്പാ മേക്കമാൻ സമയത്ത് എത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണപേക്ഷിക്കുകയാണ്, വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. അല്ല, ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുഷ്ടരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച് അത് മതിയല്ലോ ഭാവനാ സമ്പന്നനായ ഈ കലാകാരനെ. വരിക ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു, കാത്തിരിക്കായിരുന്നു. വരുന്നു. അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ് ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഏർപ്പാടുണ്ടാക്കാം. ആയിക്കോട്ടെ. വിശ്വേട്ടനും പോകണം. വടക്കുംപുറത്തെ കാരണവരാണ് കാര്യസ്ഥന. അയ്യോ, കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണിയപ്പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച് കാരണവരാണെന്ന്. അയ്യോ കഷ്ടം. കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാ. 139 കിലോ 450 ഗ്രാം. അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചു. 5 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ പോലും ഇത്രയും തിരക്ക് കാണൂല. അതിന് നിന്നോട് ആരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല. റേഷൻ കടയിലല്ല, മദ്യഷാപ്പിൽ തന്നെ പോയത്. അത് എന്നേ നിർത്തി. ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ തന്നെയോ പോയത്. ക്യൂ കണ്ടാ തോന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ അതെ, ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ? മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള്. ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണോ? അല്ലടാ, അയാളുടെ ഡിഗ്രിയാണ്. നോക്കിയിരിക്കാൻ അടിച്ച് കൂമ്പുപോട്ടാ നോക്ക്. പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഇത് ചവിട്ടി പുറത്താക്കത്തത് നമ്മുടെ ഭാഗ്യം. രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ, അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കട്ട്. പിന്നെ ഒരു ചായക്കട, എടാ ഈ തക്കിട പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ? എന്തു പണി? മോഷണം. എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേര് കേൾക്കാൻ. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ. നിർത്തണം. ശരിയാ, ഞാൻ ആവാരാഹും, ഞാൻ അനാഥനാ.
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട് ആശ കേക്ക് ആമാരൊക്കെ പാടുന്നത് കണ്ടില്ലടാ ആശ കറിയുന്നത് കണ്ടില്ലടാ ഞാൻ വെറുതെ പാടിയതാ. ദൈവമേ അപ്പൊ കാശേന്ന് ബുക്ക് ചെയ്ത് പാടിയിരുന്നെങ്കിലാ. എടാ നിങ്ങൾക്കറിയാം ഈ തെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അനാഥനായത്. ആശാന് ഞാനില്ലേ? നീ മാത്രമല്ല ആശാന് ഞാനും ഇല്ലേ? നിങ്ങൾ മാത്രമല്ല ഞാനും ഇല്ലേ? ഇങ്ങനെ കറിയരുത് ആശാന്. ആശാൻ എന്റെ ദൈവമാണ്. ഞങ്ങളുടെയും എന്റെ എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ? ആശാൻ എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. പാവം പെരറിഞ്ഞിരിക്കണ എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ അയക്കാൻ പറ്റുന്ന കാശ് കള്ളനടിച്ചോട്ട് പോയി. എന്നിട്ടും ആ കടം വീട്ടാൻ വേണ്ടി ഇന്നും ആശാന്റെ പുറകെ ഈ ചാണകക്കൊട്ട ചുമ ഞാൻ നടക്കണില്ലേ? നടക്കണ്ട നടക്കണ്ട അവിടെ ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും. ആശാനെ നാളെ അവധിയാണ്, സൺഡേ. എന്നാ മറ്റന്നാ നിർത്താം. എന്താടാ എന്ത് പറ്റി? ആശാനെ ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടല്ല പിന്നെ ഈ കുപ്പിയിലെ സാധനം തീർന്നു പോയി. അതാണ്. എന്നാ ഞാൻ ഇനിയും പോയിട്ട് വരാം. വേണ്ട 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 ഇപ്പൊ തന്നെ ആവശ്യമില്ല അധികമായി. എനിക്കൊരു പക്കടിക്കണമെങ്കിൽ ഒരു ഫൈന് കൂടെ മേടിച്ച് ഞാൻ വെള്ളം അടിച്ചാ കുഴഞ്ഞു വിടരുത്. ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ നിൽക്കണം. അതെ